നമസ്കാരം പ്രിയമുള്ളവരെ. ആന്ധ്രാപ്രദേശിൽ നിന്ന് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിൻ്റെ വാർത്ത വരുന്നുണ്ട്. രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ നിഗമനങ്ങൾ ശരിയാണെങ്കിൽ ഒരുപക്ഷെ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടി BJP നയിക്കുന്ന NDA മുന്നണി വിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിലെത്തുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. പ്രത്യേകിച്ചും ഇത്തരം ഒരു നിഗമനങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ നടത്തുന്നത് ചന്ദ്രബാബു നായിഡുവും തൊട്ടടുത്ത സംസ്ഥാനമായ തെലങ്കാന ഭരിക്കുന്ന രേവന്ത് റെഡ്ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. നമുക്കറിയാം, രേവന്ത് റെഡ്ഡിയുടെ രാഷ്ട്രീയ ചരിത്രം അത് BJPയുടെ യുവജന പ്രസ്ഥാനമായ വിദ്യാർത്ഥി പ്രസ്ഥാനമായ ABVP ആരംഭിക്കുന്നതെങ്കിലും അദ്ദേഹം പിന്നീട് തെലുങ്കുദേശം പാർട്ടിയിലെത്തി. ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം പാർട്ടിയിലെത്തി. തെലുങ്കുദേശം പാർട്ടിയുടെ MLA ആയിരുന്നു അദ്ദേഹം. 2 പ്രാവശ്യം കൊടുങ്ങലിൽ നിന്നുള്ള MLA ആയിരുന്നു. മാത്രമല്ല, ആന്ധ്ര നിയമസഭയിൽ നേരത്തെ ആന്ധ്രാപ്രദേശ് തെലങ്കാനയും ആന്ധ്രാപ്രദേശുമായി വേർപിരിയുന്നതിന് മുമ്പ് സംയുക്ത ആന്ധ്രയിൽ തെലുങ്കുദേശം പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവുമായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള രേവന്ത് റെഡ്ഡിയുമായിട്ട് വലിയ ആത്മബന്ധമുണ്ട് ചന്ദ്രബാബു നായിഡുവിന്. ചില രാഷ്ട്രീയ നിരീക്ഷകരുടെയൊക്കെ അഭിപ്രായമനുസരിച്ച് രേവന്ത് റെഡ്ഡി കോൺഗ്രസിൽ എത്തുന്നത് തന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ആശീർവാദത്തോടു കൂടിയാണ്. കാരണം ആന്ധ്രാപ്രദേശ് തെലങ്കാനയെന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും 2 സംസ്ഥാനങ്ങളായി വിഭജിക്കപ്പെടുമ്പോൾ രേവന്ത് റെഡ്ഡിയുടെ ജന്മസ്ഥലം ഉൾപ്പെടുന്ന കൊടുങ്ങൽ അത് സ്വാഭാവികമായിട്ടും തെലങ്കാനയിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ തെലുങ്കുദേശം പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. അവിടെ കോൺഗ്രസും BRSുമാണ് വലിയ പാർട്ടികൾ. അതുകൊണ്ട് ചന്ദ്രബാബു നായിഡു ആശീർവദിച്ചാണ് രേവന്ത് റെഡ്ഡിയെ കോൺഗ്രസിലേക്ക് വിട്ടത് എന്ന വാർത്തയും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മുന്നണിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കും രേവന്ത് റെഡ്ഡി മുൻകൈയെടുക്കുന്നു എന്ന വാർത്തകൾ ആ 2 സംസ്ഥാനങ്ങളിലും പടരുന്നുണ്ട്. പ്രത്യേകിച്ചും തെലുങ്ക് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംരക്ഷണം ചെയ്യുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അവസരത്തിൽ. പ്രത്യേകിച്ചും നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്ന 1-2 കാര്യങ്ങൾ കൂടി ഇതിന് ഉപോത്ഫലകമായിട്ടുണ്ട്, ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ജഗ്മോഹൻ റെഡ്ഡി, ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ നേതാവ്, YSR കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം NDA മുന്നണിയിലല്ല. പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ BJP സർക്കാർ കേന്ദ്രത്തിൽ അപകടത്തിൽ വരുന്നു അപ്പോഴൊക്കെ BJP സർക്കാരിന് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ്. ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി തെലുങ്ക് പശ്ചാത്തലമുള്ള ഒരാളാണ്. എന്നിട്ടും തെലുങ്ക് പാർട്ടിയായ YSR കോൺഗ്രസ് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല. മറിച്ച് NDA മുന്നണി BJPയുടെ സ്ഥാനാർത്ഥിക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. ഇത് നമുക്ക് വ്യക്തമാക്കുന്നത് ഈ പ്രതിപക്ഷത്തുള്ള ജഗ്മോഹൻ റെഡ്ഡിയും BJPയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് എപ്പോഴും എന്നാണ്. അത് ചന്ദ്രബാബു നായിഡുവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രബാബു നായിഡുവിനെ ജഗ്മോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയപ്പോൾ ജയിലിലാക്കിയിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി കേസുകളൊക്കെ ആരോപിച്ച്. പക്ഷേ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തുമ്പോൾ ജഗ്മോഹനെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ജഗ്മോഹന് ഒരു BJP സപ്പോർട്ട് കിട്ടുന്നുണ്ട് എപ്പോഴും. നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ കഥകളെടുത്ത് നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ BJP അധികാരത്തിലെത്തുമ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ പാർട്ടികളുടെ നേതാക്കന്മാരെയൊക്കെ വേട്ടയാടുന്നൊരു സമ്പ്രദായമുണ്ട്. പക്ഷേ ആന്ധ്രാപ്രദേശിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. കാരണം ജഗ്മോഹൻ BJPയും തമ്മിൽ ഒരു അദൃശ്യമായ കൂട്ടുകെട്ടുണ്ട്. എപ്പോഴും BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ജഗ്മോഹൻ. അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രബാബു നായിഡു എന്തെങ്കിലും നടപടി ജഗ്മോഹനെതിരെ എടുക്കുന്നത് BJP തടയുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജഗ്മോഹന് നല്ല ഒരു പണി കൊടുക്കണമെന്ന് ചന്ദ്രബാബു നായിഡു ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേരുന്നതാണ് നല്ലതെന്നൊരു നിഗമനവും ചന്ദ്രബാബു നായിഡു നടത്തുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ നല്ല പദവികൾ കേന്ദ്രമന്ത്രിസഭയിൽ TDPക്ക് കൂടുതൽ നല്ല പദവികൾ, ക്യാബിനറ്റ് റാങ്കുള്ള പദവികൾ കിട്ടുന്നതിന് കാരണമായേക്കാം. ഒരുപക്ഷെ ആന്ധ്രയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് വന്നേക്കാം. ഇക്കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം NDA സഖ്യം വിടാനും ഇന്ത്യ മുന്നണിയിലേക്ക് പോകുവാനുള്ള സാധ്യതകൾ തെലുങ്ക് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും മറ്റൊരു കാര്യം കൂടി ഈ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. അതായത് പുരന്ദരേശ്വരി ദേവി, അത് BJPയുടെ സംസ്ഥാന അധ്യക്ഷയുടെ പേരാണ്. സംസ്ഥാന അധ്യക്ഷ എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യ സഹോദരിയാണ്. നമുക്കറിയാവുന്നതുപോലെ NT രാമറാവുവിൻ്റെ മകളാണ്. നേരത്തെ തെലുങ്കുദേശം പാർട്ടിയിൽ അന്തചിത്രമൊക്കെ ഉണ്ടാക്കി സ്വന്തം അമ്മാവൻ MT രാമറാവുവിനെ പുറത്താക്കിയാണ് ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തുന്നത്. അതിനുശേഷം ഈ പുരന്ദരേശ്വരി ദേവിയുമായിട്ടൊക്കെ ചന്ദ്രബാബു നായിഡു നല്ല ഉടക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ പുരന്ദരേശ്വരി ദേവി TDP വിട്ട് അദ്ദേഹത്തിൻ്റെ തെലുങ്കുദേശം പാർട്ടി വിട്ടൊക്കെ കോൺഗ്രസിൽ ചേരുകയാണുണ്ടായത്. പിന്നീട് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഈ ആന്ധ്രാപ്രദേശ് സ്പ്ലിറ്റ് ചെയ്ത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും 2 സംസ്ഥാനങ്ങളാക്കുവാൻ തീരുമാനമെടുത്തപ്പോൾ ഐക്യ ആന്ധ്രാപ്രദേശ് എന്ന ഒരു ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസ് വിടുകയായിരുന്നു പുരന്ദരേശ്വരി ദേവി. അതിനുശേഷമാണ് അവർ BJPയിൽ ചേർന്നത്. പക്ഷേ
ഇപ്പോൾ ബി ജെ പിയുടെ ശക്തമായ ഒരു നേതാവായി അവർ നിൽക്കുന്നത് കൊണ്ട് തന്നെ ബി ജെ പിയോടൊപ്പമുള്ള സഖ്യം ഉപേക്ഷിക്കുവാനും ചന്ദ്രബാബു നായിഡു തയ്യാറാകുന്നു എന്ന വാർത്തയുമുണ്ട്. കാരണം തൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ജഗ്മോഹനും ഒപ്പം പുരന്ദരേശ്വരിയും രണ്ടുപേരും ബി ജെ പിക്ക് ഒപ്പമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ബി ജെ പിക്കുള്ള സഖ്യം ഉപേക്ഷിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേരാനുള്ള സാധ്യതകളും മാധ്യമങ്ങൾ വിശകലനം ചെയ്തതാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയായി വരാനുള്ള സാധ്യതകളും മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര അത് വലിയ പ്രകമ്പനങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. ഇന്നലേക്ക് അദ്ദേഹം ബൈക്കിലാണ് ബീഹാറിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചതെന്ന് പറയുന്നു. വലിയ പ്രകമ്പനം തന്നെ സൃഷ്ടിക്കുകയാണ്. സ്റ്റാലിൻ ഇന്ന് ആ യാത്രയിൽ പങ്കെടുത്തു. ഇന്ത്യ മുന്നണിയുടെ എല്ലാ ഘടകകക്ഷികളുടെയും പ്രത്യേകിച്ച് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി വരെ ഈ യാത്രയിൽ പങ്കെടുക്കുമെന്ന് പറയുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇന്ത്യ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാരും ഈ യാത്രയിൽ പങ്കെടുത്തേക്കാം. ബീഹാറിൽ വലിയ ചലനങ്ങളാണ് ഈ യാത്ര ഉണ്ടാക്കുന്നതെന്ന നിഗമനത്തിൽ എത്തുകയാണ് മാധ്യമങ്ങൾ. പ്രത്യേകിച്ചും ഇതൊരു പക്ഷേ ബീഹാറിൽ ഭരണമാറ്റത്തിന് കാരണമായേക്കാം. ബീഹാറിൽ കോൺഗ്രസും ആർ ജെ ഡി നേതൃത്വം നൽകുന്ന മുന്നണി അധികാരത്തിലെത്തിയേക്കാം. അതും ഒരുപക്ഷെ ഈ നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ വീഴുന്നതിനുള്ള ഒരു കാരണത്തിലേക്ക് വിരൽ ചൂണ്ടിയേക്കാം എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ജെ ഡി യുവിന് ലോക്സഭയിൽ 16 സീറ്റാണുള്ളത്. ഈ ടി ഡി പി ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേരുവാണെങ്കിൽ അവർക്ക് 12 സീറ്റായി. ടി ഡി പിയെ പിന്തുണയ്ക്കുന്ന ജനസേനയ്ക്ക് 2 സീറ്റുണ്ട്. മാത്രമല്ല ചിരാഗ് പാസ്വാൻ അദ്ദേഹവും ഒരുപക്ഷെ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാറിനോടൊപ്പം തന്നെ ഈ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേരാനുള്ള സാധ്യതകൾ മാധ്യമങ്ങൾ വിലയിരുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന നാളുകളാണ് എന്ന രീതിയിലുള്ള മാധ്യമ വിശകലനങ്ങൾ വരികയാണ്. പ്രത്യേകിച്ചും പ്രാദേശിക പാർട്ടികളൊക്കെ ബി ജെ പിക്ക് പണി കൊടുക്കുക എന്ന വലിയ ഒരു ഉദ്ദേശത്തോടെ മുന്നോട്ട് പോവുകയാണ്. മിക്ക സംസ്ഥാനങ്ങളിലും ഈ പ്രാദേശിക പാർട്ടികളുടെ ഒക്കെ ഘടകകക്ഷിയായിട്ടാണ് ബി ജെ പി തുടങ്ങുന്നത്. ഒറീസയിൽ ബിജു ജനതാദളിന്റെ, ആസാമിൽ ആസാം ഗണപരിഷത്തിന്റെ, മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ, അവസാനം ഈ ഘടകകക്ഷികളൊക്കെ വിഴുങ്ങി അവരെ പാർട്ടിയൊക്കെ പിളർത്തി നേതാക്കന്മാരെയൊക്കെ അടർത്തിയെടുത്ത് ബി ജെ പി സ്വയം ഒരു വലിയ പാർട്ടിയായി മാറുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പി ഒപ്പം നിർത്തുന്നത് തങ്ങളെ കൊല്ലുന്നതിന് ഒപ്പം നിൽക്കുന്നതിന് തുല്യമായിട്ടാണ് മിക്ക പാർട്ടികളും കരുതുന്നത്. പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡു ഒരുപക്ഷെ ബി ജെ പിയോടുള്ള സഖ്യം തുടർന്നാൽ ആന്ധ്രാപ്രദേശിൽ തൻ്റെ പാർട്ടിയുടെ അവസാനമായിരിക്കുമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ബി ജെ പി തൻ്റെ പാർട്ടിയെ വിഴുങ്ങും എന്ന രീതിയിലൊക്കെയുള്ള നിഗമനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്ന നിഗമനങ്ങളും തെലുങ്ക് പത്രങ്ങൾ നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരുപക്ഷെ ചന്ദ്രബാബു നായിഡുവിനെ ഇന്ത്യ മുന്നണിയിൽ എത്തുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന രീതിയിലുള്ള വിശകലനം നടക്കുകയാണ്. എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകും. ഒരുപക്ഷെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന നാളുകളാണ് കടന്നു പോകുന്നത് എന്ന വലിയ നിഗമനത്തിൽ തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എത്തുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.